ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ കുറച്ച് സ്കിൻ കെയർ ഫേവറേറ്റ്സിനെ പറ്റിയിട്ടാണ്. നമ്മൾ പലപ്പോഴായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ ക്ലബ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. പക്ഷെ അതിന് മുന്നേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് അറിയിക്കുക. അപ്പൊ എൻ്റെ ഫേവറേറ്റ്സ് നോക്കാം. സോ ഇതാണ് ആ സ്കിൻ കെയർ ബാസ്ക്കറ്റ്, എൻ്റെ ഫേവറേറ്റ്സ് ഉള്ളത്. ഇതെന്ന് വെച്ചാൽ എൻ്റെ ടോപ്പ് പിക്കുകളാണ് ഞാൻ ഇതിനകത്ത് പറയാൻ പോകുന്നത്. അല്ലാത്തേക്ക് ഉണ്ട്, പക്ഷെ ഞാൻ ഒബ്സസ്ഡ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളില്ലേ, കുറച്ച് ഇന്നോവേറ്റീവ് ഒക്കെ ആയിട്ട് എനിക്ക് തോന്നി, അങ്ങനത്തെ സാധനങ്ങളാണ് ഇന്ന് ഈ ബോക്സ് ബാസ്ക്കറ്റിൽ ഉള്ളത്. അപ്പൊ അത് ഏതൊക്കെയാന്ന് നോക്കാം കേട്ടോ. സമ്മർ അല്ലേ, ഇപ്പൊ നമുക്ക് സൺസ്ക്രീനിൽ തന്നെ തുടങ്ങാം. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ടോപ്പ് 3 ഫേവറേറ്റ് സൺസ്ക്രീൻസുകൾ. ഇതിനകത്ത് വിഷ് കെയറിന്റെ സൺസ്ക്രീനെ പറ്റി ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയതിന്റെ അന്ന് മുതൽ ഞാൻ വിഷ് കെയറിന്റെ സൺസ്ക്രീനെ പറ്റി പറയുന്നതാണ്. അതിന് ഒന്നാമത്തെ റീസൺ എന്ന് വെച്ചാൽ ഇതിന്റെ കൺസിസ്റ്റൻസിയാണ്. ഇത് ഭയങ്കര ലിക്വിഡി കൺസിസ്റ്റൻസിയിലുള്ള സാധനമാണ്. എന്ന് വെച്ചാൽ ഭയങ്കര ലിക്വിഡാണ്. നമുക്ക് പ്രത്യേകിച്ച് ഓയിലി സ്കിൻകാർക്ക്, നോർമൽ സ്കിൻകാർക്ക്, ആക്നെ പ്രോൺ സ്കിൻകാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീൻ ആണ് ഇത്. ഈവൻ ഡ്രൈ സ്കിൻകാർക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ നല്ല ഹൈഡ്രേറ്റിംഗ് ടൈപ്പ് ഒരു മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീൻ തന്നെയാണ് ഇത്. ഇതിനകത്ത് നിയാസിനമൈഡ് ഉണ്ട്. മാത്രമല്ല ഇതൊരു ഹൈബ്രിഡ് സൺസ്ക്രീൻ ആണ്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിലും അതൊക്കെ മാറ്റും ഈ ഒരു സൺസ്ക്രീൻ. അങ്ങനത്തെ ഒരു സൺസ്ക്രീൻ ആയിരുന്നു ഇത്. ഇനി ഇതിന്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഫേവറേറ്റ് ചെയ്തത്. ഭയങ്കര ലൈറ്റ് വെയിറ്റിനാണ്. സൺസ്ക്രീൻ നമ്മൾ എപ്പോഴും പറയുമ്പോൾ എന്താ പറയുന്നത്, അതിന്റെ തിക്നെസ് ആണ് എല്ലാവർക്കും പ്രശ്നമായിട്ട് വരുന്നത്. ആ തിക്നെസ് കാരണം നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ വിയർക്കാനും കറക്കാനും ഒക്കെ റീസണോ ഓയിൽ പ്രൊഡക്ഷൻ ഒക്കെ കൂടും. ഈ സൺസ്ക്രീൻ ഉപയോഗിച്ച് ആ ഒരു ഒറ്റ പ്രശ്നം ഉണ്ടാവാനായിട്ട് പോകില്ല. ഇത് ഇന്ത്യൻ സ്കിൻ ബ്രാൻഡിന്റെ സൺസ്ക്രീനും കൂടിയാണ്. ഇത് എത്രയാണ് റേറ്റ് എന്നുള്ളത് ഞാൻ സൈഡിൽ കൊടുത്തേക്കാവേ. രണ്ടാമത്തതും ഒരു ഇന്ത്യൻ ബ്രാൻഡ് സൺസ്ക്രീൻ ആണ്. നമ്മൾ ഡോട്ട് ആൻഡ് കിയുടെ സൺസ്ക്രീൻ ആണ്. ഇത് ആക്ച്വലി ഞാൻ ആക്സിഡന്റലി ബൈ ചെയ്തൊരു സൺസ്ക്രീൻ ആണ്. ഞാൻ ഇത് ഒരുപാട് ഓൺലൈനിലൊക്കെ റിവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാൻ എനിക്കൊരു ഡൗട്ട് ആയിട്ട് ഇരിക്കുമായിരുന്നു. അപ്പാണ് എന്റെ ബയോഡോമയുടെ സൺസ്ക്രീൻ മാറിയത്, തീർന്നത്. ലൈക്ക് ഞാനിപ്പോ സൺസ്ക്രീനെ പറ്റി പറയുന്നില്ല, 3 സൺസ്ക്രീൻ ആയതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ പിക്ക് ചെയ്തത്. അപ്പൊ ബയോഡോമയുടെ സൺസ്ക്രീൻ തീർന്നിരിക്കുമ്പോൾ എനിക്കൊരു ടിൻറ്റഡ് സൺസ്ക്രീൻ വേണം. അങ്ങനെ ബ്ലിങ്കിറ്റിൽ ഈ ഒരു സൺസ്ക്രീൻ ഓർഡർ ചെയ്തതിന് അന്ന് തൊട്ട് ഞാൻ ഒബ്സസ്ഡ് ആണ് ഈ സൺസ്ക്രീനിൽ. കാരണം ഒന്ന്, ഇത് ഭയങ്കര ലൈറ്റ് ആണ്, മറ്റതുപോലെ തന്നെ ഇച്ചിരി ലൈറ്റ് ആണ്, കാരണം ഭയങ്കര ലിക്വിഡി ഫോം ആണ് ഇതിനുള്ളത്. രണ്ട്, ഇത് 5 ഡിഫറെന്റ് ഷെയ്ഡിൽ വരുന്നുണ്ട്. കാരണം ടിൻറ്റഡ് സൺസ്ക്രീൻ പൊതുവെ എല്ലാവരും വാങ്ങിക്കുമ്പോൾ പറയുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് എല്ലാ സ്കിൻ ടോണുകാർക്കും ചേരുന്നില്ല എന്നൊരു പ്രശ്നം പറയാറുണ്ട്. ആ പ്രശ്നം ഇത് മാറ്റുന്നുണ്ട്. ഇത് 5 ഡിഫറെന്റ് സ്കിൻ ടോൺസിൽ വരും. ഏതൊക്കെയാന്ന് ഞാൻ ഇവിടെ കൊടുക്കാന്ന് നോക്കിയാൽ മതി. മാത്രമല്ല നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാങ്ങിക്കാം. ബയോഡോമയുടെ സൺസ്ക്രീൻ എന്റെ ഫേവറേറ്റ് ആണ്, പക്ഷെ അത് കുറച്ച് ഹൈ പ്രൈസിലുള്ളതാണ്. അപ്പൊ നമുക്ക് ഡെയിലി അല്ലെങ്കിൽ എപ്പോഴും അതെന്നും ഡെയിലി വിയർ ചെയ്യുമ്പോൾ നമുക്ക് നല്ല പൈസ പോക്കറ്റ് കീറും. പക്ഷെ ഇതാണെങ്കിൽ നമുക്ക് ഡെയിലി ഡയറക്റ്റ് വിയർ ചെയ്യും, അധികം പോക്കറ്റ് ഒന്നും കീറാത്ത, എന്നാൽ നമുക്ക് ബീറ്റബിൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഫൗണ്ടേഷൻ ഒക്കെ ഇട്ടിട്ട് പുറത്തു പോകാൻ താല്പര്യമുള്ളവർക്ക്, പ്രത്യേകിച്ച് ഈ സമ്മർ സീസണിൽ ഫൗണ്ടേഷൻ ഇടണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടിപ്പോയി പിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീൻ ആണ് ഇത്. ഇതും ഒരു ഹൈബ്രിഡ് സൺസ്ക്രീൻ ആണ്. പിന്നെ ഇത് ഇട്ടു നിങ്ങൾക്ക് കറുപ്പ് ഒന്നും വരാൻ പോകില്ല. പക്ഷെ സ്കിൻ ടോൺ അനുസരിച്ചിട്ടുള്ള ടിൻറ്റഡ് സൺസ്ക്രീൻ പിക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ ഒരു ആഷ്നെസ് കാരണം നമുക്കൊരു കറുപ്പ് തോന്നാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്തതാണ് കോസ്റെക്സിന്റെ ഈ ഇൻവിസിബിൾ സൺസ്ക്രീൻ. ഇത് ആക്ച്വലി ഒരു കൊറിയൻ സൺസ്ക്രീൻ ആണ്. ഇതും ഒരു ഹൈബ്രിഡ് സൺസ്ക്രീൻ ആണ്. ഈ കൊറിയക്കാരുടെ സൺസ്ക്രീനിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ലൈറ്റ് വെയ്റ്റഡ് ഫോമില അല്ലെങ്കിൽ ഹൈഡ്രേറ്റിംഗ് ഫോമിലാണ് അവർ എപ്പോഴും എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ സൺസ്ക്രീൻ നമ്മൾ ഫേസിലോട്ട് ഇടുമ്പോൾ ഹെവിനെസ് നമുക്കത് ഫ്രീ ഉണ്ടാവാനായിട്ട് പോകില്ല. ഇതും എൻ്റെ ആക്ച്വൽ പിക്കാണ്. കാരണം ഞാൻ കോസ്റെക്സിന്റെ വേറൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചപ്പോൾ കോംബോ ആയിട്ട് ഈ സാധനം കൂടെ കണ്ടതുണ്ട്. അപ്പം നമ്മൾ പ്രൈസ് റേഞ്ച് നമുക്കൊന്ന് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പൊ പിന്നെ സൺസ്ക്രീൻ കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സൺസ്ക്രീൻ വാങ്ങിച്ചത്. അതുവരെ ഞാൻ ലൈക്ക് വിഷ് കെയറിന്റെ ഈ ഒരു സൺസ്ക്രീൻ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ കറന്റ്ലി ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു സൺസ്ക്രീൻ ആണ്. കാരണം മാറി തിരിഞ്ഞ് യൂസ് ചെയ്യും. അപ്പം ഒരുപാട് എനിക്ക് സൺ എക്സ്പോഷർ ഒക്കെ തോന്നുകയാണെങ്കിൽ, പുറത്ത് പോവുകയാണെങ്കിൽ ഞാൻ ഇത് യൂസ് ചെയ്യും. കാരണം ഇതൊരു ഇൻസ്റ്റന്റ് ഗ്ലോയും കൂടെ നമുക്ക് തരും. ഇൻവിസിബിൾ ആണ്. നമുക്ക് ഇട്ടു എന്ന് പറഞ്ഞിട്ട് അധികം എന്താ പറയുന്ന ഒരു തിക്നെസ്സോ അങ്ങനെ ഒന്നും തോന്നിക്കത്തില്ല. ഇത് ഇടുമ്പോൾ തന്നെ നമുക്ക് അലിഞ്ഞു പോകും, സ്കിൻ മെൽറ്റ് ആയിട്ട് പോകുന്ന പറയത്തില്ലേ, നമ്മള് സ്കിൻ ബട്ടർ കണക്കൊക്കെ നമുക്ക് തോന്നുന്ന ഒരു ടൈപ്പാണ്. അധികം സ്റ്റിക്കിനെസ്സോ അങ്ങനത്തെ ഒന്നും നമുക്ക് ഈ ഒരു സൺസ്ക്രീൻ കിട്ടാൻ പോലും. പക്ഷെ കുറച്ച് പ്രൈസ് ഉള്ള സൺസ്ക്രീൻ ആണ്. ഞാൻ ഇത്രയാണ് പ്രൈസിന് സൈഡിൽ കൊടുത്തത്. അപ്പൊ എന്റെ 3 കറന്റ്ലി ഫേവറേറ്റ് ആയിട്ടുള്ള 3 സൺസ്ക്രീൻസ് ആണ് ഇവര് 3 പേരും. അടുത്തത് 2 ടോണേഴ്സ് ആണ്. ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ കൃതി സാനന്റെ ഹൈഫൻ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ സെറമൈഡ് കോംപ്ലക്സ് എസൻസ് ടോണർ. അടുത്ത നമ്മുടെ പ്ലമ്മിന്റെ റൈസ് ആൻഡ് നയാസിനമൈഡ് ടോണർ. ഈ പ്ലമ്മിനി റൈസ് ആൻഡ് നയാസിനമൈഡ് ടോണറിനെ പറ്റി ഞാൻ എപ്പോഴും പറയുന്നതാണ്, പക്ഷെ ഇപ്പോഴും ഞാൻ ഒബ്സസ്ഡ് ആണ്. എന്നിട്ട് ഞാനിത് ഉപയോഗിച്ചിട്ട് ലൈക്ക്
കുറെ ഇത് ഇറങ്ങിയ സമയത്ത് ഉപയോഗിച്ചിട്ട് ഞാൻ അവിടെ വെച്ചിട്ട് പിന്നെ ഞാൻ വീണ്ടും വേറെ എനിക്ക് തോന്നുക നമ്മുടെ ലെനേജിന്റെ ടോണറിലോട്ട് പോയി. അതിൽ ഞാൻ എത്രത്തോളം ഒബ്സസ്ഡ് ആയിരുന്നു നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതിലോട്ട് പോയത് കാരണം പിന്നെ ഞാൻ ഇതിനകത്തോട്ട് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇത് കറന്റ് എന്റെ ഹസ്ബൻഡ് യൂസ് ചെയ്യുന്ന ടോണാണ്. പുള്ളിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. പുള്ളി യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ക്വാളിറ്റി ഇരിക്കുന്നത്. പുള്ളി ഭയങ്കര ഒബ്സസ്ഡ് ആണ് ഈ ഒരു ടോണൽ. കാരണം എ സിയിൽ ഒരുപാട് നേരം വർക്കിൽ എ സിയിൽ ഇരിക്കുമ്പോൾ പുള്ളിയുടെ സ്കിൻ ഒരുപാട് ഡ്രൈ ആവും. അപ്പൊ അത് കൺട്രോൾ ചെയ്യാനും ഓയിൽനെസ് പ്രൊഡ്യൂസ് ചെയ്യാനും പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനും സ്കിൻ ബ്രൈറ്റ്നെസ്സും ഒക്കെ ഈ ഒരു ടോണർ തരുന്നു എന്നാണ് പുള്ളി പറയുന്നത്. എനിക്ക് ഇതൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു മെൻ പെർസ്പെക്റ്റീവിൽ ഓയിലി സ്കിൻ ഉള്ള ഒരു മെന്നിന്റെ പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ടോണർ ആണ്. അതല്ല നിങ്ങളൊരു ഓയിലി കോമ്പിനേഷൻ ആക്നെ പ്രോൺ സ്കിൻകാരാണ്, നിങ്ങൾ സ്കിൻ കെയറിലോട്ട് ബിഗിനർ ആയിട്ടൊക്കെ വരികയാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോണറാണ്. ഒന്ന് ഇതിനകത്ത് റൈസ് വാട്ടർ ഉണ്ട്, ആന്റി ഓക്സിഡന്റ്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഇതിനകത്ത് നയാസിനമൈഡ് 3% ഉണ്ട്. അപ്പൊ നമ്മുടെ ഓപ്പൺ പോസിനെയൊക്കെ ഒന്ന് ഇതുവരെ നിയാസിനമൈഡ് ഒന്നും യൂസ് ചെയ്യാത്ത ആൾക്കാർക്ക് ബിഗിനർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഇത്. പിന്നെ മാത്രമല്ല നമ്മൾ വിറ്റാമിൻ സി സെറം അല്ലെങ്കിൽ സാലിസിലിക് ആസിഡ് സെറം, ഗ്ലൈക്കോളിക് ആസിഡ് സെറം അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ യൂസ് ചെയ്യും. അതിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു ഹൈഡ്രേറ്റിംഗ് ടോണർ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോണറാണ്. പ്രത്യേകിച്ചും ഈ ഒരു സമ്മർ സീസണിൽ ഡ്രൈ സ്കിൻകാർക്ക് തന്നെ സ്കിന്നിന്റെ കൺജഷൻ, ഒരു ഡീഹൈഡ്രേഷൻ ഒക്കെ ഫീൽ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അധികം സെന്റും ഫ്രാഗ്രൻസും ഒന്നും ഇല്ലാത്തതുകൊണ്ട് സ്കിൻ ഇറിറ്റേഷൻസ് ഒന്നും തരാനായിട്ട് പോണില്ല. രണ്ടാമത്തെ എന്റെ ഫേവറേറ്റ് ടോണർ ആണ്. ഇത് ഹൈഫന്റെ ടോണർ. ഇതാണ് ഇപ്പൊ ഞാൻ കറന്റ് യൂസ് ചെയ്യുന്നത്. ഇതൊരു മിൽക്കി ടൈപ്പ് ടെക്സ്ചർ ഉള്ള ടോണറാണ്. ഇത് ഞാൻ വാങ്ങിക്കാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഇത് ഞാൻ ഇങ്ങനെ ഹൈഫൻസ് വെബ്സൈറ്റിൽ കൂടെ പോയപ്പോൾ ഇത് കണ്ടപ്പോൾ എന്റെ ലെനേജിൽ എനിക്ക് ഓർമ്മ വന്നു. അപ്പം ഓക്കെ ഫൈൻ, എന്നാ വാങ്ങിയത് ട്രൈ ചെയ്ത് നോക്കാൻ എന്നിട്ടാണ് ഞാൻ ഈ ഒരു ടോണർ വാങ്ങുന്നത്. ഇതിനകത്ത് 7% നാച്ചുറൽ മോയിസ്ചറൈസിങ് ഫാക്ടർ ഉണ്ട്. അതായത് നമ്മുടെ സ്കിന്നിന് മോയിസ്ചറൈസിന് വേണ്ടി സ്ട്രാറ്റം കോർണിയം എന്ന് പറയുന്ന ലെയറിൽ നമുക്ക് ഹൈഡ്രേഷന് വേണ്ട ഒരു എലമെന്റാണ് നമ്മൾ നാച്ചുറൽ മോയിസ്ചറൈസിങ് ഫാക്ടർ എന്ന് പറയുന്നത്. അത് ഇതിനകത്ത് 7% ഉണ്ട്. അത് കൂടാതെ തന്നെ ബീറ്റാ ഗ്ലൈക്കൻ എന്ന് പറയുന്ന വേറൊരു സാധനമുണ്ട്. ഇതും നമ്മുടെ സ്കിന്നകത്തുള്ള സ്കിൻ ബാരിയറിനെയൊക്കെ പിടിച്ചു നിർത്താൻ, സ്കിൻ ഹൈഡ്രേഷൻ പിടിച്ചു നിർത്താനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സെറമേഡും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ഹൈഡ്രേഷനൊക്കെ വേണ്ടി സ്കിന്നിന്റെ ഹെൽത്തിനെസ് തരാനും വേണ്ടി യൂസ് ചെയ്യുന്ന എലമെന്റ്സ് ആണ്. അപ്പൊ ഈ എല്ലാം വെച്ചിട്ട് നമ്മൾ പ്യൂർ ഹൈഡ്രേറ്റിംഗ് ടോണർ നോക്കുകയാണെന്നുണ്ടെങ്കിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും ഇന്ത്യൻ ബ്രാൻഡുകൾക്ക്, അതുപോലെ നമുക്ക് കൊറിയൻ ബ്രാൻഡിനോട് പിടിച്ചു നിൽക്കുന്ന ഒരു ഇന്ത്യൻ ടോണർ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നതാണ് ഈ ഒരു ടോണർ. ലൈക്ക് ഇത് ഓൾമോസ്റ്റ് തീരാറായി. ഡെഫിനറ്റ്ലി ഞാൻ റീപർച്ചേസ് ചെയ്യാൻ പോകുന്ന ഒരു ടോണറാണ് ഇത്. കാരണം ടോണർ എനിക്ക് എപ്പോഴും എന്റെ സ്കിൻ കെയർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. എനിക്ക് ടോണർ ഹൈഡ്രേഷൻ എനിക്ക് വേണം. എനിക്കത് കിട്ടിയാലേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ എന്റെ സ്കിൻ കെയറിൽ. അപ്പൊ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോണറാണ്. നിങ്ങളൊരു ഗ്ലോയി സ്കിൻ, ഗ്ലാസ് സ്കിൻ പറയത്തില്ല, കാരണം അത് കൊറിയക്കാർക്കുള്ള സ്കിന്നിൽ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഗ്ലോ ഇല്ലേ, ഒരു എന്താ പറയുക, നമ്മൾ അകത്തുനിന്ന് തന്നെ കിട്ടുന്ന ഒരു ഗ്ലോ, അത് തരാനായിട്ട് ഈ ഒരു ടോണർ നിങ്ങൾക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല നിങ്ങൾക്ക് ഏതൊരു ഇൻഗ്രീഡിയന്റിന്റെ കൂടെ ഈ ടോണറിനെ പോലെയാണ് ഈ ടോണറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏതൊരു ഇൻഗ്രീഡിയന്റിന്റെ കൂടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ടോണേഴ്സ് ആണ് ഇത് രണ്ടും. അപ്പൊ നിങ്ങൾക്ക് വേറെ ഏത് വേണമെങ്കിൽ വെച്ച് പിക്ക് ചെയ്യാം. എന്റെ അടുത്ത് പേഴ്സണലി ചോദിച്ചാൽ നിങ്ങൾക്ക് ഡ്രൈ നോർമൽ അതല്ലെങ്കിൽ ഡീഹൈഡ്രേറ്റഡ് സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ഇതിനകത്തോട്ട് പോവാം. ഒരു ഓയിലി കോമ്പിനേഷൻ സ്കിൻകാരാണ് അല്ലെങ്കിൽ അത് പിന്നെ നോർമലിലോട്ടൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇത് എടുക്കാം. ഇതും ഓയിലി സ്കിൻകാർക്ക് യൂസ് ചെയ്തൊന്നും നമുക്ക് ഇഷ്യൂസ് ഒന്നുമില്ല. കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് യൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ. പക്ഷേ ഡീഹൈഡ്രേറ്റഡ് സ്കിൻ, ഡ്രൈ സ്കിൻകാരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. അതിൽ ആക്നെ പ്രോൺ ഓയിലി സ്കിൻകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടോണർ ട്രൈ ചെയ്ത് നോക്കാം. വാസ്ലിൻ ഗ്ലൂട്ടാഹയ ഞാൻ എപ്പോഴും പറയുന്ന വൺ ഓഫ് എന്റെ ഫേവറേറ്റ് ബോഡി മോയിസ്ചറൈസർ ആണ്. ഇതിന്റെ കോലം കാണുമ്പോൾ അറിയാലോ, അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു ബോഡി മോയിസ്ചറൈസർ ആണ് ഈ സാധനം. ഇതിന്റെ ഇവര് കുറേ റേഞ്ചസ് ഇറക്കിയിട്ടുണ്ട്. അവർക്ക് ചലഞ്ച് ചെയ്യാനായിട്ട് ഇപ്പൊ പുതിയ യെല്ലോ പാക്ക് ഇറക്കിയിട്ടുണ്ട്. ഇതിന്റെ തന്നെ നൈറ്റ് പാക്ക് ഉണ്ട്, ബ്ലൂ വൺ. അതിപ്പോ നൈറ്റിൽ യൂസ് ചെയ്യണം അങ്ങനെയൊന്നും, നിങ്ങൾക്ക് മോർണിംഗിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. പക്ഷെ കമ്പാരിറ്റീവ്ലി ഞാൻ ഗ്ലൂട്ടാഹയയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആളാണ്. കാരണം ഞാൻ മോർണിംഗിൽ സൺസ്ക്രീന് മുന്നേ ഒരു മോയിസ്ചറൈസർ ബോഡിയിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇത് തന്നെയാണ്. ഞാൻ ഇപ്പൊ നൈറ്റിൽ യൂസ് ചെയ്യുന്ന മിനിമലിസ്റ്റ് മോയിസ്ചറൈസർ. പക്ഷെ മോർണിംഗിൽ എന്റെ സൺസ്ക്രീൻ ഉണ്ടല്ലോ, എനിക്ക് ലൈറ്റ് വെയിറ്റഡ് മോയിസ്ചറൈസർ വേണം. അതല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഇപ്പൊ ചില ദിവസങ്ങളിൽ ഞാനൊക്കെ സ്കിൻ കെയർ സ്കിപ്പ് ചെയ്യാനുള്ള ഡേയ്സ്, സ്കിപ്പ് ചെയ്യാൻ സെൻസ് റൊട്ടീൻ ഫുള്ള് ചെയ്യാറില്ല, സ്കിപ്പ് ചെയ്യും. ഫേസ് വാഷ്, മോയിസ്ചറൈസർ, സൺസ്ക്രീൻ, ബേസിക് സ്കിൻ കെയർ എപ്പോഴും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ചില സമയങ്ങളിൽ ഇപ്പം പുറത്തോട്ട് പോവുക അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ പിക്ക് ചെയ്യുന്ന ഒരു മോയിസ്ചറൈസർ ആണ് ഇത്. കാരണം ഇതെടുത്ത് കാറിൽ ഇട്ടേക്ക് ഇപ്പൊ ഞാൻ നാട്ടിലോട്ട് പോവുകയാണെങ്കിൽ, ഹസ്ബൻഡിന്റെ വീട്ടിലോട്ടോ അല്ലെങ്കിൽ എന്റെ വീട്ടിലോട്ടോ ഒക്കെ പോവുകയാണെങ്കിൽ ഇതെടുത്തങ്ങ് ഇട്ടേക്കും. അപ്പൊ ഇനി ഫേസ് വാഷ് ചെയ്തിട്ട് മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ഒരു മോയിസ്ചറൈസർ ഹെൽപ്പ് ചെയ്യും. ഇതിനകത്ത് നയാസിനമൈഡ് ഉണ്ട്, ഹൈൽഡ്രോണിക് ആസിഡ് ഉണ്ട്, അതുപോലെ ഗ്ലൂട്ടാത്തയോൺ ഉണ്ട്. ഇതെല്ലാം ആന്റി ഓക്സിഡന്റും കൂടെ ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്കിന്നിന്റെ ഹൈഡ്രേഷനും തരും, സ്കിൻ പ്രൊട്ടക്ഷനും ഒക്കെ തരും. മാത്രമല്ല നമുക്കുള്ള ഒരു ചെറിയ റെഡിഷ്നെസ് ഒക്കെ നമ്മുടെ ഈ കയ്യിലൊക്കെ വരുന്ന അതെല്ലാം മാറ്റാനായിട്ടും ഈ ഒരു മോയിസ്ചറൈസർ ലിറ്ററലി നമ്മളെ ഹെൽപ്പ് ചെയ്യും.
അത്രയ്ക്കും ലൈറ്റ് വെയിറ്റഡും ആണ്. നമ്മുടെ സ്കിന്നിൽ ഭയങ്കര വാട്ടറി കൺസിസ്റ്റൻസിയിലും പോകും. ഇതിനകത്തിന് ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. യാ ഉണ്ട്, ഭാഗ്യം. എന്താ വാട്ടറി കൺസിസ്റ്റൻസിയിൽ പോകും. അതുകൊണ്ടാണ് ഇതെന്റെ ഫേവറേറ്റ്. കാരണം നമ്മൾ സാധാരണ ഒരു ബോഡി മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് തിക്നെസ് ഒക്കെ ഫീൽ ചെയ്യത്തില്ലേ? ഇത് ഇട്ട് കഴിഞ്ഞാൽ ആദ്യം ഇടത്തില്ല. ഇതൊരു നമ്മൾ നല്ല തണുത്ത വെള്ളം നമ്മുടെ പുറത്ത് അപ്ലൈ ചെയ്താൽ എങ്ങനെയിരിക്കും, അങ്ങനെയാണ് ഈ ഒരു മോയിസ്ചറൈസർ നമ്മൾ ബോഡിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. പിന്നെ ഇതിനകത്തൊരു ഫ്രാഗ്രൻസ് ഉണ്ട്. എന്നാൽ ഫ്രാഗ്രൻസ് സ്കിൻ ഇറിറ്റേറ്റീവ് ഫ്രാഗ്രൻസ് ആണെന്ന് ചോദിച്ചാൽ അതുമല്ല. അപ്പോ അടുത്ത പിക്കാണ് ഈ വാസ്ലിൻ ഗ്ലൂട്ടാഹയ. അടുത്തതാണ് എന്താ, കുപ്പി കാണുമ്പോൾ തന്നെ അറിയാലോ എത്ര ഇതാണെന്ന്. ഓർഡിനറിയുടെ 7% ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ. ഈ ഒരു ടോണർ കൊണ്ട് ഞാൻ ചെയ്യാത്ത പരിപാടീസ് ഒന്നുമില്ല. കാരണം അത്രയ്ക്ക് ഞാൻ ഒബ്സസ്ഡ് ആണ്. എങ്ങനെയാന്ന് വെച്ചാൽ ലൈക്ക് ഒരുപാട് ഒബ്സഷൻ പറഞ്ഞെങ്കിൽ ഈ ഓരോരോ സ്ഥലങ്ങളിൽ ഞാൻ ഒബ്സസ്ഡ് ആവുന്നതാണ്. ഈ ഒരു ടോണർ ഇതൊരു എക്സ്ഫോളിയേറ്റിംഗ് ടോണർ ആണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വീക്ക്ലി വൺസ് നൈറ്റിൽ ഫേസിൽ അപ്ലൈ ചെയ്യാം. പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ ഉള്ള ഫേസ് ആണെങ്കിലും ഡ്രൈ സ്കിൻ ആണ് ഒരു എക്സ്ഫോളിയേഷൻ വേണമെങ്കിലും നൈറ്റ് ഈ ഒരു 7% ടോണർ അപ്ലൈ ചെയ്യാം. പക്ഷെ നന്നായിട്ട് മോയിസ്ചറൈസർ യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഡേ സ്കിന്നിനെ ഒന്ന് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനും മറക്കരുത്. കാരണം സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ സൺസ്ക്രീൻ നെക്സ്റ്റ് ഡേ അപ്ലൈ ചെയ്തില്ലെങ്കിൽ ആ എക്സ്ഫോളിയേഷൻ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യണം. അപ്പൊ ഹീലിംഗ് പ്രോസസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കണം. അപ്പൊ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തെങ്കിൽ സ്കിന്നിൽ പെട്ടെന്ന് ഡാമേജ് വരും. അതുകൊണ്ടാണ് ഗ്ലൈക്കോളിക് ആസിഡ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു ബോഡി ഫേസ് എക്സ്ഫോളിയേഷന് വേണ്ടി യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് നിങ്ങൾക്ക് മെലാസ്മയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്ഫോളിയേറ്റിംഗ് ടോണർ ആണ്. അതല്ല നിങ്ങൾക്ക് സ്കാൽപ്പിൽ ഒരു ബിൽഡപ്പ് ഫീൽ ചെയ്യുന്നു വെച്ചാൽ, അതായത് നമുക്ക് എന്താ പറയുന്നത്, ഡാൻഡ്രഫ് അല്ല, പക്ഷെ നമ്മൾ ഈ പുറത്തൊക്കെ പോയിട്ട് നമുക്ക് ഒരുപാട് പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് തല ചിലപ്പോൾ ചുറിയത്തില്ലേ, അഴുക്കൊക്കെ വന്നിട്ട് നമ്മുടെ ഷാമ്പു വെച്ചിട്ട് കഴുകി കളയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കാൽപ്പിൽ ഇൻകോൺഗ്രോൺ ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സാധനം ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഇത് എല്ലാ ദിവസവും യൂസ് ചെയ്ത് വീക്കിലി വൺസും അല്ലെങ്കിൽ ട്വൈസോ കുളിക്കുന്നതിന് മുന്നേ തലയിൽ ഒരു 30 മിനിറ്റ്സ് മുന്നേ ഇത് അപ്ലൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നോർമൽ ഷാമ്പൂ കണ്ടീഷണർ വെച്ച് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. പിന്നെ അണ്ടർ ആമില് ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് ഒരു ചെറിയ കോട്ടൺ പാഡിൽ ഇത് എടുത്തിട്ട് അപ്ലൈ ചെയ്താൽ മതി. ബിഗിനർ ആണെങ്കിൽ എല്ലാ ദിവസവും അപ്ലൈ ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾ വീക്കിലി ഒരു 3 ദിവസം ട്രൈ ചെയ്ത് നോക്കാം. ദെൻ അത് വീക്കിലി 4 ആക്കുക. ദെൻ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങളുടെ കാൽമുട്ടിലോ കൈമുട്ടിലോ ഒക്കെ നിങ്ങൾക്ക് ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ഈ സാധനം ബെസ്റ്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് ബോഡിക്ക് ഫുൾ ഒരു പിഗ്മെന്റേഷൻ ഒക്കെ അത് മാറ്റാനായിട്ട് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോണറാണ് ഇത്. പക്ഷെ ഈ ഒരു ടോണർ ഡെയിലി യൂസ് ചെയ്യണം എന്ന് വെച്ചാൽ ഇച്ചിരി എമൗണ്ട് ഉണ്ട്. അപ്പൊ നമുക്ക് അത്രയും എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ മിനിമലിസ്റ്റിന് 8% ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ നല്ലൊരു ഓപ്ഷൻ ആണ്. അപ്പൊ ഞാൻ അതെന്തുകൊണ്ട് മിനിമലിസ്റ്റ് പറയാതെ ഓർഡിനറി പറയുന്നത് വെച്ചാൽ രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഓർഡിനറി തന്നെയാണ് കുറച്ചും കൂടെ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഓർഡിനറി തന്നെ എടുത്ത് പറഞ്ഞത്. ഇനി എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 2 വിറ്റാമിൻ സി സെറത്തിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ഞാൻ കുറേ വിറ്റാമിൻ സി സെറംസ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ഞാൻ ഒരു വീഡിയോ അയക്കാടി കൊടുക്കുക, അത് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതിൽ എന്റെ ടോപ്പിക്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ടോപ്പ് 2 നിൽക്കുന്ന 2 എന്ന് വെച്ചാൽ ഇത് രണ്ടുമാണ്. ഇതാണ് എന്റെ കറന്റ്ലി ഫേവറേറ്റ് കോസറെക്സ്. എന്റെ 2ാമത്തെ ബോട്ടിലാണ്. പക്ഷെ ഈ കോസറെക്സ് വാങ്ങിച്ചപ്പോഴും ഞാൻ ആ സൺസ്ക്രീനും കൂടെ വാങ്ങിച്ചത്. ഇതും കൊറിയൻ ബ്രാൻഡിന്റെ ആണ്. മാത്രമല്ല ഇത് 23% അസ്കോർബിക് ആസിഡ് ഇതിനകത്തുണ്ട്. ആ ബിഗിനേഴ്സിന് തീരെ പറ്റത്തില്ല. അത്യാവശ്യം കുറേ പ്രാവശ്യം നിങ്ങൾ വിറ്റാമിൻ സിയും അല്ലെങ്കിൽ റെറ്റിനോൾസും ഗ്ലൈക്കോളിക് ആസിഡും കെമിക്കൽ ഫിൽസ് ഒക്കെ യൂസ് ചെയ്ത് സ്കിന്നൊക്കെ ഒന്ന് അധികം സ്കിൻ കെയറായിട്ട് അഡ്ജസ്റ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ മാത്രമേ ഇത് നിങ്ങൾ യൂസ് ചെയ്യുള്ളൂ. അല്ല നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ വീക്കിലി വൺസ് മാത്രം വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അത്രയും ഹൈ കോൺസെൻട്രേഷൻ ആണ്. പക്ഷേ വീക്കിലി വൺസ് യൂസ് ചെയ്താൽ ഇത് പെട്ടെന്ന് ചീത്തയായി ഓക്സിഡൈസ് ആയി പോകുന്നത് കൊണ്ടാണ് ഇത് നമുക്ക് 2 മാസം മാത്രം ഈ ഒരു ഒറ്റ ബോട്ടിൽ യൂസ് ചെയ്യാൻ പാടില്ല. ഈവൻ ഈ ബോട്ടിൽ 220 grams ഉണ്ട്. കാരണം ഇതിനേക്കാളും വലുതാണെങ്കിൽ നമുക്ക് 2 മാസം മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഞാൻ വേറൊരു വിറ്റാമിൻ സിയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, വിറ്റാമിൻ സി യെല്ലോ കളർ ആയാലും അത് ഓക്സിഡൈസ് ആയി പോയി എന്നാണ് അർത്ഥം. ഈ വിറ്റാമിൻ സി ഓൾറെഡി യെല്ലോ കളർ ആണ്. അപ്പൊ ഇത് ഓക്സിഡൈസ് ആയിരുന്നാൽ അത് അത്രയും ഹൈ കോൺസെൻട്രേഷനിൽ നിൽക്കുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചീത്തയായി ഇപ്പോൾ നമ്മൾ ഇന്നലെ ടൈറ്റ് ചെയ്ത് വെക്കണം. ഉപ്പെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനും പറ്റുന്ന ടൈപ്പ് ഒരു വിറ്റാമിൻ സി ആണ് ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള റിസ്ക് ഫാക്ടർ ഉണ്ട്. പക്ഷെ ഞാൻ റിസ്ക് എടുത്ത് യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നല്ല ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതിന്റെ 2ാമത്തെ ബോട്ടിലാണ്. അടുത്തതാണ് വിഷ്കെയറിന്റെ ഈ ഒരു വിറ്റാമിൻ സി. ഇപ്പൊ കറന്റ്ലി ഇന്ത്യൻ മാർക്കറ്റിലുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് വിറ്റാമിൻ സിസിൽ ഒരെണ്ണമാണ് ഇത്. ഞാൻ മിനിമലിസ്റ്റിൻ്റെതും ഡെർമോക്കോഡതും അതുപോലെ തന്നെ നമ്മൾ ഡീകൺസ്ട്രക്റ്റതും പ്ലമ്മിൻ്റെതും ഫ്ലിക്സിൻ്റെതും അതുപോലെ തന്നെ ലോട്ടസ് ബൊട്ടാനിക്കലിന്റെ ഒക്കെ വിറ്റാമിൻ സിസ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയും ഇന്ത്യക്കാരുടെ ഏറ്റവും നല്ലൊരു ബ്രാൻഡിൽ അവർ ലൈക്ക് ഒന്ന് ക്രാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു വിറ്റാമിൻ സി ആണ്. ഇതെല്ലാം അസ്കോർബിക് ആസിഡ് ഉള്ള വിറ്റാമിൻ സി ആണ്. മാത്രമല്ല ഇതിനകത്ത് 1% കോജിക് ആസിഡും നയാസിനമൈഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പിഗ്മെന്റേഷൻ മാറ്റാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇതൊരു ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആണ് ഇതിനുണ്ട്. കണ്ട
വിഷ്കെയർ അത്യാവശ്യം നന്നായിട്ട് ഫോമുലേഷനിൽ നിൽക്കുന്നുണ്ട് കേട്ടോ, അത് പറയാൻ പറഞ്ഞു. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പൊ ഏത് നിങ്ങൾക്ക് വിറ്റാമിൻ സി ഇട്ടപ്പോൾ നിങ്ങൾക്ക് ഫേസിലൊരു സ്റ്റിക്കിനെസ് ഹെവിനെസ് അങ്ങനെ ഒന്നും തോന്നാൻ പോകുന്നില്ല. നിങ്ങൾക്ക് കുറച്ച് പിമ്പിൾസ് ഉണ്ടെങ്കിൽ ഈ ഒരു വിറ്റാമിൻ സി യൂസ് ചെയ്യും. പ്രത്യേകിച്ചും ഈ ഒരു സമ്മർ സീസണിൽ ഞാൻ പറയും എപ്പോഴും ലൈറ്റ് വെയിറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം. കാരണം ഡെഫിനറ്റ്ലി വിയർക്കും നമ്മൾ. അപ്പൊ നമ്മൾ ഒരുപാട് ഹെവി പ്രൊഡക്ട്സ് യൂസ് ചെയ്താൽ നമ്മുടെ സ്കിന്നിന് ഭയങ്കര തിക്നെസ്സും ഹെവിനെസ്സും ഒക്കെ തോന്നും. അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റാനായിട്ടാണ് ഇങ്ങനത്തെ ലൈറ്റ് വെയിറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് നല്ലത്. അതിൽ അവർ വിഷ്കെയർ ക്രാക്ക് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ ഞാൻ പറയും. ഈ ഒരു വിറ്റാമിൻ സി ഇത് ഫസ്റ്റ് പ്രോട്ടോടൈപ്പ്, അതായത് ഉണ്ടാക്കുന്ന സമയത്ത് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് എനിക്കൊരു പാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പൊ അന്ന് ഞാൻ യൂസ് ചെയ്തപ്പോൾ ഞാൻ അവർ ചോദിച്ചു, വിഷ്കെയറുകാരോട് ഒരു അവരുടെ വിറ്റാമിൻ സി ഇങ്ങനെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയച്ചു വെക്കുന്നത് സംഭവം എനിക്ക് കിട്ടി. അപ്പൊ അന്ന് ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴും ഞാൻ പറയും ഇതൊരു വെറൈറ്റി വിറ്റാമിൻ സി ആണെന്ന് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബോട്ടിൽ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ്. ഇപ്പൊ ഞാൻ ഇതിന്റെ 3rd ബോട്ടിലാണ്. ഒരു ബോട്ടിൽ ഈ 4th ബോട്ടിലേയും വാങ്ങിയിട്ട് ഗിഫ്റ്റ് വരെ ചെയ്തിട്ടുണ്ട്. അങ്ങ് അത്രയും നല്ലൊരു വിറ്റാമിൻ സി ആണ് കേട്ടോ ഇത്. സോ നിങ്ങൾ കറന്റ് ഒരു വിറ്റാമിൻ സി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. അതല്ല നിങ്ങൾ കുറേ വിറ്റാമിൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം വിറ്റാമിൻ സി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു വിറ്റാമിൻ സി. അടുത്തത് പെപ്റ്റൈഡ്സിന്റെ 2 സിറംസ് ആണ്. ഇതാണ് ആർജിലിന്റെ പെപ്റ്റൈഡ്സ് ഓർഡിനറിയുടെ. ഇത് തന്നെ 2nd ബോട്ടിലാണ്. ഇതാണ് മിനിമലിസ്റ്റിന്റെ മൾട്ടി പെപ്റ്റൈഡ്. ഇത് ആക്ച്വലി എന്റെ 4th ബോട്ടിലാണ്. അത്രയും എന്റെ ഫേവറേറ്റ്സ് ആണ് ഈ മൾട്ടി പെപ്റ്റൈഡ്. ഇത് നൈറ്റിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ ഏർലി സ്റ്റേജിൽ തന്നെ വന്നു തുടങ്ങി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ലോങ് ടേം റിസൾട്ട് ആണ്. ഇൻസ്റ്റന്റ് റിസൾട്ട് ഒന്നും കിട്ടും, പക്ഷെ നമുക്ക് ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത്. പറയുന്നത് ബോട്ടോക്സിന്റെ ബോട്ടിലാണ്, ഞാൻ അങ്ങനെ പറയത്തില്ല, പക്ഷെ സംഭവം അങ്ങനെ തന്നെ പറയും. കാരണം ആർജിലിൻ എന്ന് പറയുന്നത് ആർജിലിനാണ് ഇത്. ഇത് ആക്ച്വലി നമ്മുടെ മസിൽസിനെ ആ ഒരു മൂവ്മെന്റിന് ചെറുതായിട്ടൊന്ന് റെഡ്യൂസ് ചെയ്ത് കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. ലോങ് ടേമിൽ നമ്മുടെ ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഒന്ന് ഈവൻ ഔട്ട് ആക്കാനായിട്ട് ആർജിലിൻ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മോർണിംഗിലും നൈറ്റിലൊക്കെ ഈ ഒരു മൾട്ടി പെപ്റ്റൈഡ് ഈ ഒരു പെപ്റ്റൈഡ് സെറം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇത്. ഇനി നിങ്ങൾക്ക് ഇന്ത്യൻ ബ്രാൻഡ് ഒരു മൾട്ടി പെപ്റ്റൈഡ് യൂസ് ചെയ്യണമെന്നിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതില്ലെങ്കിൽ വേറൊരെണ്ണ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. കറന്റ് മിനിമലിസ്റ്റിന്റെ ഈ ഒരു മൾട്ടി പെപ്റ്റൈഡ് ആണ് ഇന്ത്യനിൽ ഏറ്റവും നന്നായിട്ട് നിൽക്കുന്നത്, എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത്. ഇതിനകത്ത് 3 പെപ്റ്റൈഡ്സ് ആണ് ഉള്ളത്. ഒലിഗോ പെപ്റ്റൈഡ്, അതുപോലെ തന്നെ മെട്രിക്സലും, പിന്നെ ഒന്നും കൂടെ ഉണ്ടല്ലോ പോളിപെപ്റ്റൈഡ്സ്. ഈ 3 പെപ്റ്റൈഡ്സ് ആണ് ഇതിനകത്ത് ഉള്ളത്. ഇത് നൈറ്റിൽ മാത്രം യൂസ് ചെയ്യുന്ന ഒരു പെപ്റ്റൈഡ് ആണ്. മോർണിംഗിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, നൈറ്റിൽ മാത്രം നിങ്ങൾക്ക് ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. പിന്നെ ഈ പെപ്റ്റൈഡ്സ് നിങ്ങൾക്ക് എന്തിന്റെ കൂടെ യൂസ് ചെയ്യും, ഇഷ്യൂസ് ഒന്നുമില്ല. ഏറ്റവും നല്ലത് നിങ്ങൾക്ക് റെറ്റിനോൾസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് 25 ഏജ് മുമ്പേ ആണ് നിങ്ങൾക്ക് റെറ്റിനോൾസ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പെപ്റ്റൈഡ്സ് യൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് കുറച്ച് ഏജ് ആയെങ്കിലും നിങ്ങൾക്ക് റെറ്റിനോൾസ് നിങ്ങളുടെ സ്കിന്നിൽ അഫക്റ്റ് യൂസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവില്ല, അവർക്കും പെപ്റ്റൈഡ്സ് യൂസ് ചെയ്യാം. പിന്നെ റെറ്റിനോൾസ് യൂസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ മിക്സ് ചെയ്ത് യൂസ് ചെയ്തു പൊളി റിസൾട്ട് കിട്ടും നിങ്ങൾക്ക്. ആന്റി ഏജിങ്ങിന് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് റെറ്റിനോൾസും പെപ്റ്റൈഡ്സും. ഞാൻ കറന്റ് കുറച്ച് നാളത്തേക്ക് റെറ്റിനോളിന്റെ ഒരു ബ്രേക്ക് എടുത്തേക്കാണ്. സോ അതുകൊണ്ട് ഞാൻ ഫുൾ പെപ്റ്റൈഡ്സ്, കാരണം എനിക്ക് ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ റെറ്റിനോളിന്റെ ബ്രേക്ക് എടുത്തേക്കുന്നത്. അപ്പോൾ ഫുൾ ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത് ഫുള്ള് പെപ്റ്റൈഡ് ആണ്. അപ്പൊ ഈ 2 പെപ്റ്റൈഡാണ് ഞാൻ റെറ്റിനോളിന് വേണ്ടിയിട്ട് റീപ്ലേസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് റെറ്റിനോൾ ഉപയോഗിക്കാൻ താല്പര്യമില്ല, ചെറിയ പേടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 2 കോമ്പിനേഷൻ യൂസ് ചെയ്താൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് റെറ്റിനോളിന്റെ എഫക്ട് തന്നെ കിട്ടും. ഓൾമോസ്റ്റ് ഈക്വൽ ടു റെറ്റിനോളിന്റെ എഫക്ട് തന്നെ കിട്ടും, ഒന്ന് കൂടുതലാണെങ്കിലേ ഉള്ളൂ. സത്യമായിട്ട് ഇത് വിഷ്കെയർ സ്പോൺസർ ചെയ്ത വീഡിയോ അല്ല, പക്ഷെ എനിക്ക് അവരുടെ സൺസ്ക്രീൻ ഇഷ്ടമാണ്. ഈ പ്രത്യേകിച്ച് എന്റെ ഫേവറേറ്റ് 3 വിഷ്കെയർ എങ്ങനെയല്ല, അവരെന്തോ ഒന്ന് അവർ ക്രാക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് അവരുടെ ബോഡി സൺസ്ക്രീൻ. ഞാൻ ഒരുപാട് സൺസ്ക്രീൻസ് യൂസ് ചെയ്തിട്ടുണ്ട്, ഞാൻ തിരിച്ചെത്തുന്ന ഒന്നാണിത്. കൺവീനിയന്റ് ആണ്, പക്ഷെ ഒരു ചെറിയ പ്രശ്നം എന്തെന്ന് പറയട്ടെ, സൺ പ്രൊട്ടക്ഷൻ ഒക്കെ നന്നായിട്ട് തരും, അതൊക്കെ അവരുടെ ഇതാണ്. പക്ഷെ കുറച്ച് തിക്നെസ് ആണ്. അപ്പോൾ കുറച്ച് തിക്നെസ് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ, ബോഡി മോയ്സ് ബ്ലെൻഡ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ സൺസ്ക്രീൻ ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെയാണ് നിങ്ങൾക്ക് സൺസ്കൂപ്പിന്റെ അതല്ലെങ്കിൽ മിനിമലിസ്റ്റിന്റെ സൺസ്ക്രീൻസ് യൂസ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും ഒരു ഇഷ്യൂ അല്ല, ഭയങ്കരമായിട്ട് ബ്ലെൻഡ് ചെയ്യുക അങ്ങനത്തെ പാടൊന്നുമില്ല, ബട്ട് സ്റ്റിൽ ഒരു സ്റ്റിക്കിനെസ് ഉണ്ടാവും. അതെല്ലാ ബോഡി സൺസ്ക്രീനിലും ഉണ്ടാവും, പക്ഷെ ഇതിനകത്ത് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ സൺ പ്രൊട്ടക്ഷൻ നന്നായിട്ട് തരും. നമ്മൾ ഒരുപാട് റീഅപ്ലിക്കേഷൻ ഒന്നും എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടില്ല. ഞാൻ പുറത്ത് പോകുമ്പോഴും എടുത്ത് കയ്യിൽ വെക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു സൺസ്ക്രീൻ. വിഷ്കെയറിന്റെ ബോഡി സൺസ്ക്രീൻ. ഇതിനകത്ത് SPF 50 ഉണ്ട്, PA3+ ഉണ്ട്, 4+ അല്ല 3+ ഉള്ളു. ഇത് എന്റെ ആക്ച്വലി 4th ബോട്ടിലാണ്. ഞാൻ ഇത് ഫസ്റ്റ് വാങ്ങിച്ചപ്പോൾ റാൻഡമായിട്ട് വാങ്ങിച്ചു, പിന്നെ ഞാൻ കണ്ടിന്യൂസ് വാങ്ങിച്ചോണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ ഇടയ്ക്ക് നിർത്തിയിട്ട് ബോഡി വൈസിലും സൺസ്കൂപ്പിലും പോയി, എന്നിട്ട് ഞാൻ തിരിച്ചിട്ട് ഇത് വന്നു. ഇനിയും കുറച്ച് നാളത്തേക്ക് ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ഈ ഒരു നിങ്ങൾ ഈ സമ്മർ സീസണിൽ നിങ്ങൾക്ക് ഒരു ബോഡി സൺസ്ക്രീൻ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഗോ ബൈ ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണമാണ്. പക്ഷെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരെണ്ണം നോക്കണമെങ്കിൽ നിങ്ങൾക്ക് മിനിമലിസ്റ്റോ അതല്ലെങ്കിൽ ബി ബോഡി വൈസോ സൺസ്കൂപ്പോ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ്. എൻ്റെ അടുത്ത് പേഴ്സണലി ഏത് വാങ്ങിക്കണമെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും വിഷ്കാൻ്റെ ഈ ഒരു സൺസ്ക്രീനെ പറയത്തുള്ളൂ. പിന്നെ ഇതിന് ചെറിയൊരു ഫ്രാഗ്രൻസ് ഉണ്ട്. ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഫേസിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല, തിക്നെസ് ഭയങ്കര കൂടുതലാണ്. എത്ര ഡ്രൈ സ്കിൻ ആണെങ്കിലും ഫേസിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല, ഒൺലി ബോഡി. നിങ്ങളുടെ ബോഡിയിൽ ടൈനി ബംസോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ടാൻ ഉള്ളതുപോലെ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷ് ഡെയിലി യൂസ് ചെയ്യണം. കെമിസ്ട്രി ക്ലിയർ ഈ ഒരു എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷ് ഇത് എത്ര പിറ്റ് ബോക്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ഷോർട്സ് കാണിച്ചു തരാം. ഇതിപ്പോ എന്റെ പ്രസന്റ് ഇതിന്റെ കാലി പാക്ക് എൻ്റെ കയ്യിൽ 3-4 എണ്ണം ഉണ്ട്. അതിനകത്ത് 2 എണ്ണം ലൈക്ക് ഹ്യൂജ് വലിയ പാക്കുമാണ്. അപ്പൊ ഇപ്പൊ കറന്റ് തന്നെ വലിയൊരു പാക്കാണ് യൂസ് ചെയ്യുന്നത്. ഞാനും എന്റെ ഹസ്ബൻഡും ഒരുപോലെ യൂസ് ചെയ്യുന്ന ഒരു ബോഡി വാഷ് ആണ് ഇത്. ഇതിനകത്ത് നമുക്ക് 4% ലാക്റ്റിക് ആസിഡ് കിട്ടും, അതുപോലെ സാലിസിലിക് ആസിഡ് ഉണ്ട്, വിറ്റാമിൻ ഉണ്ട്. ലാക്റ്റിക് ആസിഡ് നമ്മുടെ സ്കിന്നെ നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ടും സാലിസിലിക് ആസിഡ് ഈ ബോഡിയിലുള്ള ചെറിയ ചെറിയ പിമ്പിൾസിലെ അതിനെയൊക്കെ മാറ്റാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബോഡി വാഷ് ആണ് ഇത്. നമുക്ക് പ്രത്യേകിച്ചും ഈ സമ്മർ സീസണിൽ ഡെയിലി എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷ് യൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടാൻ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യാനായിട്ട്, പിന്നെ ഈ പൊടി അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്ത് കളയാനും ആ ബോഡിയിലുള്ള ടൈനി ബംസ് ഒക്കെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഇനി ഡ്രൈ സ്കിൻ ആണെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. കാരണം ലാക്റ്റിക് ആസിഡ് ആണ് നമുക്ക് ഡ്രൈ സ്കിൻകാർക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതല്ല എക്സ്ഫോളിയേറ്റ് വേണ്ട ഒരു ഹൈഡ്രേറ്റിംഗ് ബോഡി വാഷ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നയാസിനമൈഡിന്റെ ഈ ബോഡി വൈസിന്റെ ബോഡി വാഷ് യൂസ് ചെയ്യും. അതല്ലെങ്കിൽ ബി ബോഡി വൈസിന്റെ ബോഡി മ്യൂസ് ഉണ്ട്, ഡവിലും അതുപോലെ ബി ബോഡി വൈസിലും ബോഡി മ്യൂസ് ഉണ്ട്. ഇത് നമ്മുടെ സ്കിന്നെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്ന സാധനം. അപ്പൊ അത് 2 യൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഒരു എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷ് ആണെങ്കിൽ എങ്ങും പോകണ്ട, ഇത് നന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ ഒരുപാട് ബോഡി വാഷ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും തീരുന്നതിന് മുന്നേ ഞാൻ ഇത് അതൊക്കെ തീരും, ഞാൻ ഓക്കെ തീർന്നു മാറ്റി. പക്ഷെ ഇത് ഞാൻ തീർന്നാലും റീപർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി വാഷാണ് നമ്മുടെ കെമിസ്ട്രി ക്ലിയർ ഈ ഒരു ബോഡി വാഷ്. ഫിഷ് കെയറിൽ 3 എണ്ണം പറഞ്ഞില്ലേ, അപ്പൊ നമ്മുടെ ഫോക്സ്റ്റൈലിൽ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഫോക്സ്റ്റൈൽ എന്റെ കറന്റ് ഫേവറേറ്റ് ആയിട്ടുള്ള 3 സാധനങ്ങൾ ഞാൻ കാണിച്ചുതരാം. അതിനകത്തൊന്നാണ് ഫോക്സ്റ്റൈലിന്റെ ട്രാനെക്സാമിക് ആസിഡ് സിറം. ഇത് നിങ്ങളുടെ ഫേസിൽ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം ഞാൻ ഒരുപാട് സെറംസ് പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ഒരുപാടെണ്ണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ എന്നാലും അതിലൊരു ഹൈ സ്റ്റെപ്പായിട്ട് എനിക്കിത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതൊരു മിൽക്കി ടൈപ്പാണ്, കാരണം ഇതിന്റെ പേര് തന്നെ അതാണ്, മിൽക്കി വേ എന്നാണ് ഇതിന്റെ പേര്. കണ്ട ഒരു മിൽക്കി ആണ് ഇതിന്റെ ഒരു ഇത്. പിന്നെ കുറച്ച് തിക്നെസ് ഉണ്ടോന്ന് ചോദിച്ചാൽ ഒരു ഓയിലി ആക്നെ പ്രോൺ സ്കിൻകാരാണെങ്കിൽ നിങ്ങൾ ഒരു സിറമേ യൂസ് ചെയ്യുന്നുള്ളെങ്കിൽ ഇത് ബെസ്റ്റ് ആയിരിക്കും. അതല്ല ഒന്നിൽ കൂടുതൽ സിറം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യുമ്പോൾ ഒന്ന് മോർണിംഗിലാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യേണ്ടി വരും. ഞാൻ ഇത് സ്കിപ്പ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞാൽ ഇതൊരു സമ്മർ സീസൺ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രശ്നം പറയുന്നത്. കാരണം സമ്മറിൽ പെട്ടെന്ന് നമ്മുടെ ഫേസിൽ ഓയിൽനെസ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെറം വർക്ക് ചെയ്യണം എന്നില്ല. അതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് മിനിമലിസ്റ്റിന്റെ ആൽഫ ആർബിറ്റിനും അതല്ലെങ്കിൽ ഫിക്സ്ഡേമയുടെ തന്നെ ടാനെക്സാമിക് ആസിഡും ഉണ്ട്, അത് ഏതെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾ ഗോ ഫോർ ചെയ്യേണ്ട ഒരു സാധനമാണ് ഈ ഫോക്സ്റ്റൈൽ ടാനെക്സാമിക് ആസിഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെന്റെ 3ാമത്തെ ബോട്ടിൽ, ഇതെന്റെ 2ാമത്തെ ബോട്ടിലാണ്. എന്റെ അത്രയും ഫേവറേറ്റ് ആണ് ഈ ഒരു സാധനം. ഇനി 2ാമത്തെ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഇതൊരു നയാസിനമൈഡ് സെറാണ്. ഇത് ആക്ച്വലി എന്നോട് ഒരാൾ ഓൾറെഡി ചോദിച്ചിട്ടുള്ള ഒരു സാധനമാണ്. ഇത് കൊള്ളാവോ നയാസിനമൈഡ്? ഇത് നല്ല നയാസിനമൈഡ് ആണ് കേട്ടോ. 12% ഉണ്ട്. അതുകൊണ്ട് ഞാൻ ബിഗിനർ ഫ്രണ്ട്ലി ആണെന്ന് ഡെഫിനറ്റ്ലി പറയാൻ പോകില്ല. നിങ്ങൾ 10% ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നത്. ഇതിനകത്ത് നയാസിനമൈഡ് മാത്രമല്ല അസലിക് ആസിഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പിമ്പിൾസ് മാറാനായിട്ടും ചെറിയ രീതിയിൽ പിഗ്മെന്റേഷൻ മാറാനായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി പിമ്പിൾസും പിഗ്മെന്റേഷനും ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. പക്ഷെ സ്റ്റിൽ ഞാൻ ഇത് അധികം ഒരുപാട് പേർക്ക് റെക്കമെൻഡ് ചെയ്തിട്ടില്ല. നിങ്ങൾ ഇതുവരെ നയാസിനമൈഡ് സെറം യൂസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ജസ്റ്റ് 5% ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാത്തൊരു സാധനമാണ് ഈ ഒരു സെറം. കാരണം ഇത് ഡെഫിനറ്റ്ലി നമുക്ക് ചെറിയ ചെറിയ പിമ്പിൾസ് വരും. കാരണം 12% നയാസിനമൈഡ് ഉള്ളതുകൊണ്ട് ഞാൻ അതൊരു റിസ്ക് ഫാക്ടറാണ്. ചിലപ്പോൾ വരില്ല, ചിലപ്പോൾ വരും. അപ്പൊ ആ റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് ഞാൻ ഒരു ബിഗിനറിനോട് ഇത് യൂസ് ചെയ്യാൻ പറയത്തില്ല. നിങ്ങൾ 10% ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ പോസ് ഒക്കെ മാറ്റാനായിട്ട് ഈ ഒരു സാധനം ട്രൈ ചെയ്ത് നോക്കാം. ഡെഫിനറ്റ്ലി ഓപ്പൺ പോസ് മാറും. എനിക്ക് 10%-നേക്കാളും കുറച്ചും കൂടി റിസൾട്ട് ഈ ഒരു 12% നയാസിനമൈഡിന് കിട്ടിയിട്ടുണ്ട്. ഇതൊരു ജെല്ലി ടെക്സ്ചർ ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു വാട്ടറി ജെല്ലി ടെക്സ്ചർ ആണ് അത്. കാരണം ഓയിലി സ്കിൻകാർക്കും കൂടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അവർ ആ ഒരു ലൈറ്റ് വെയിറ്റ് ടെക്സ്ചറിൽ തന്നെ ഉണ്ടാക്കിയത്. ചെറിയൊരു ഫ്രാഗ്രൻസ് ഉണ്ട്. അപ്പൊ സെൻസിറ്റീവ് സ്കിൻകാർ ഒബ്വിയസ്ലി ഫോക്സ്റ്റൈൽ ഒരുവിധ എല്ലാ പ്രൊഡക്ട്സിനും ഫ്രാഗ്രൻസ് ഉണ്ട്. അപ്പൊ സെൻസിറ്റീവ് സ്കിൻകാർ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് യൂസ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അടുത്തതാണ് അവരുടെ ഡാർക്ക് സ്പോട്ട് പിമ്പിൾ കറക്റ്റിംഗ് സാധനം. ഈ ഒരു സ്പോട്ട് ആഗ്നെ സ്പോട്ട് കറക്റ്റിംഗ് ജെൽ.
ഇതും ഞാൻ റാൻഡം ആയിട്ട് കണ്ടുപിടിച്ചതാണ്. ഇത് ഒരാള് എന്റെ വീട്ടിൽ തന്നെ ഉള്ള എന്റെ ഹസ്ബൻഡ് എന്നെക്കാളും മോക്കൂര് വരുന്ന ആളാണ്. പുള്ളിക്കാരന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതായിരുന്നു. പക്ഷെ പൊളി സാധനമാണ്. കാരണം ഇതിനകത്ത് അസലിക് ആസിഡ് ഉണ്ട്, HA BHA ഉണ്ട്. അസലിക് ആസിഡ് ഡാർക്ക് സ്പോട്ട് മാറ്റുന്നത് മാത്രമല്ല പിമ്പിൾസിനെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിനകത്തുള്ള HA അത് നമുക്ക് സ്കിന്നെ ജസ്റ്റ് ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ BHA അതായത് സാലിസിലിക് ആസിഡ് ആ ഓയിൽ പ്രൊഡക്ഷൻ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അസലിക് ആസിഡ് പിമ്പിൾസ് മാറ്റാനല്ല ആ സ്കിന്നിനെ ഒന്ന് കാം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾക്ക് പെട്ടെന്നൊരു മോക്കുരു വരുന്നുണ്ട്, ഒരുപാടല്ല മൈൽഡ് ടു മോഡറേറ്റ് പിമ്പിൾസ് ഉണ്ട്, അല്ലെങ്കിൽ പീരിയഡ്സിന്റെ ടൈമിലൊക്കെ പിമ്പിൾസ് ഉണ്ടെങ്കിൽ ആ സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവരുടെ ഈ ഒരു സാധനം, ഈ ഒരു സ്പോട്ട് കറക്റ്റിംഗ് ക്രീം. ഇത് ഇത്രയും തന്നെ മതി. കാണത്തില്ല, എനിക്കറിയാൻ കാണാൻ പറ്റുമല്ലോ. ഇങ്ങനെയാണ് നമുക്ക് ഇരിക്കുന്നത്. ചെറിയൊരു ജെൽ ടൈപ്പ് ഫോമാണ്. നിങ്ങൾ സ്പ്രെഡ് ഒന്നും ചെയ്യണം. നിങ്ങളുടെ എവിടെയാണോ നിങ്ങൾക്ക് ആക്നെ ഉള്ളത് അവിടെ നിന്ന് അപ്ലൈ ചെയ്ത് വെച്ചാൽ മതി. നെക്സ്റ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ചേഞ്ച് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് ഞാൻ കറന്റ് ഒബ്സസ്ഡ് ആയിരിക്കുന്ന കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ്. നിങ്ങൾ ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ വീഡിയോയിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് വരുത്താണ്ടെങ്കിലും കമന്റ് ബോക്സിൽ പറയാം. എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലാണ് ഞാൻ വീഡിയോ ആയിട്ട് വരുന്നത്. ട്യൂസ്ഡേ പ്രത്യേകിച്ച് Q&A സെക്ഷൻ. അപ്പൊ നിങ്ങളുടെ എല്ലാ ഡൗട്ടും നമ്മൾ ട്യൂസ്ഡേയിൽ തീർക്കാൻ ശ്രമിക്കുന്നതാണ്. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത്. ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്.